തുടങ്ങാമോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പാട്ടൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ക്ലാസ്സിൽ പറഞ്ഞ് കൊണ്ടുവന്നത് ഓരോരുത്തരുടെയും പ്രപഞ്ച ദർശനം വ്യത്യസ്തങ്ങളായിരിക്കും. അത് എങ്ങനെയാണ് പ്രപഞ്ച ദർശനം ഉണ്ടാകുന്നതെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടത്. ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് തോന്നും. പക്ഷേ അതൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. നമുക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കേൾക്കുക, കാണുക, സ്പർശിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾക്ക് ഈ ശബ്ദം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നമ്മൾ ഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ആ ശബ്ദം കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വളരെയധികം പരിമിതികളുണ്ട്. എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളിലൂടെ ഒരുമിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതെല്ലാം എങ്ങനെയാണ്? 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ ഒരേ സമയം നമുക്ക് ഡേറ്റകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു വ്യാവഹാരികനെ അല്ലെങ്കിൽ പ്രാപഞ്ചികനെയൊക്കെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു എന്നുവെച്ചാൽ അനുഭവം എന്ന് പറയും. പൂർണ്ണമായിട്ടുള്ള അനുഭവം. ആ പൂർണ്ണമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഡേറ്റ മനസ്സിലാകുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയും ഒരുമിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയിലെ എല്ലാം അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഏതെങ്കിലും ദോഷം സംഭവിച്ചിട്ടില്ലെങ്കിൽ, കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ 5 ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുകയില്ല, 4 ഇന്ദ്രിയങ്ങളിൽ കൂടിയേ കിട്ടുകയുള്ളൂ. അപ്പോൾ ചെവി കേൾക്കാൻ പാടില്ലാത്തതും കണ്ണ് കാണാൻ പാടില്ലാത്തതുമായ ആളാണെങ്കിൽ 3 ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മാക്സിമം ഇന്ദ്രിയങ്ങൾ 5 ഏത് ബാഹ്യ ഇന്ദ്രിയങ്ങൾ. അതിന് ചേർന്ന് ആന്തര ഇന്ദ്രിയങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഇതിനെയൊക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ബാഹ്യേന്ദ്രിയങ്ങളിൽ കൂടെയാണ് ഇത് 5 കവാടങ്ങൾ. ഒരു മുറിയിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ കടന്നു ചെല്ലണമെങ്കിൽ അതിന് വാതിൽ വേണമെന്ന് പറഞ്ഞാൽ വാതിലിൽ കൂടിയാണ് ആളുകളോ വേറെ എന്ത് സാധനങ്ങളോ ഒക്കെ കടത്തുകയോ കടന്നു വരികയോ ഒക്കെ ചെയ്യുന്നത് ഈ വാതിലിൽ കൂടി. അങ്ങനെ നമ്മളുടെ മനുഷ്യൻ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക്, ആ മുറിയിലേക്ക് കടന്നു വരാൻ കാര്യങ്ങൾക്കും വ്യക്തികൾക്കൊക്കെ 5 ഇന്ദ്രിയങ്ങൾ എന്നുള്ള കവാടങ്ങളുണ്ട് എന്നർത്ഥം. അപ്പോൾ കണ്ണിലൂടെ കടന്നു വരും, മൂക്കിലൂടെ, വായിലൂടെ, ചെവിയിലൂടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടന്നു വരികയാണ്. അത് പക്ഷെ കടന്നു വരുന്നതിന് 5 ദ്വാരങ്ങൾ ഉണ്ട്, വാതിലുകൾ ഉണ്ടെങ്കിലും പുറത്തേക്ക് പോകുന്നതിന് വേ ഔട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വായിലൂടെ. പിന്നെ എന്താണ്? ആംഗ്യത്തിലൂടെ. ഇങ്ങനെ 2 ഈ ദ്വാരങ്ങളിലൂടെ അല്ലെങ്കിൽ മാർഗങ്ങളിലൂടെയാണ് നമ്മൾ ആംഗ്യങ്ങളിലൂടെയും വാക്യങ്ങളിലൂടെയുമാണ് നമ്മൾ ഈ ആശയങ്ങളെ അങ്ങോട്ട് പുറത്തേക്ക് വേ ഔട്ടായിട്ട് വേണ്ടത്. ഇങ്ങനെയാണ്. വേ ഇൻ എത്രയുണ്ട്? 5 ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വരും അല്ലേ? കണ്ണിലൂടെയും കടന്നു വരാം. 2 കണ്ണ്, വായ്, കണ്ണിന്റെ അത് ആംഗ്യങ്ങളിൽ പെടാം. കണ്ണൊക്കെ ആംഗ്യങ്ങളും വായു ആണ്. നാക്കും നമ്മളുടെ പ്രവർത്തനവും. അങ്ങനെ 2 കൂട്ടിയാൽ മതി. മറ്റേതൊക്കെ ഇതിലിപ്പോ. അപ്പോൾ നമ്മൾ 5 ഭാഗങ്ങളായിട്ട് കടന്നു വരുന്ന അറിവുകളെ നമ്മൾ എങ്ങനെയാണ് പുറത്തേക്ക് വിടുന്നത്?
രണ്ടെണ്ണം എന്ന് വെച്ചാൽ ആംഗ്യവും ശബ്ദവും ആയിട്ടാണ് വിടുന്നത്. അപ്പോൾ എന്തു പറ്റി? അപ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതിൽ പകുതി പോലും നമുക്ക് പുറത്തേക്ക് വിടാൻ പറ്റാതെ വരും. പക്ഷേ കിട്ടുന്നതിൽ പകുതി പോലും എന്ന് പറയുന്നതാണോ ശരിയെന്ന് ചോദിച്ചാൽ അല്ലേ അല്ല. എന്ന് പറഞ്ഞാൽ അനുഭവം എന്ന് പറയുന്നത്, അനുഭവമാകുന്നത് പ്രോസസ്സിങ്ങിലൂടെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. എങ്ങനെയാണ് പ്രോസസ്സിങ്? 5 ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു ചെല്ലുന്നത്, അത് 5 ഇന്ദ്രിയങ്ങളും അതതിൻ്റെതായിട്ടുള്ള ഒരു അകത്തേക്ക് സ്വീകരിച്ചിട്ട് പിന്നെയും അകത്തേക്ക് കടത്തിവിടുന്നത്, ഇന്ദ്രിയങ്ങളുടെ അകത്തേക്ക് സ്വീകരിച്ചിട്ട് പിന്നെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളായിട്ടുള്ള അന്ധക്കരണത്തിലേക്ക് കടത്തിവിടുന്ന, അങ്ങോട്ട് വിടുന്നത് എങ്ങനെയാണ്? ഇതേപോലെ ഒരംശമായിട്ടേ കടത്തിവിടാൻ പറ്റുള്ളൂ. ഇന്ദ്രിയങ്ങളിലേക്ക് കടക്കുന്ന കാര്യങ്ങളെ അംശമായിട്ടാണ്, എന്നുവെച്ചാൽ നമ്മളുടെ വ്യക്തികളുടെ ഇന്ദ്രിയങ്ങളിലൂടെ കടക്കുന്നത് പുറത്തേക്ക് നാക്കിലൂടെയും ചലനത്തിലൂടെയുമാണ് പുറത്തേക്ക് വിടുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ പരിമിതമാണ് ഏത് ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടി കടക്കുന്ന ഡേറ്റകളും അന്ധക്കരണങ്ങൾ എന്ന് പറയുന്ന മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളിലേക്ക്, അതിന്റെ ഗ്രൂപ്പിലേക്ക്, ആ വ്യക്തിത്വത്തിലേക്ക്, ഇതെല്ലാം ചേർന്നാണ് വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിലേക്ക് കൊടുക്കുമ്പോൾ ഇതുപോലുള്ള പരിമിതികൾ ഉണ്ടാകും. അപ്പോൾ അവിടെ തന്നെ പരിമിതി. അത് കഴിഞ്ഞിട്ടോ അത് അനുഭവമാകുന്നത് ഇതിന്റെ ഒക്കെ ആ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നുള്ള എല്ലാത്തിൻ്റെയും ആ സ്വഭാവം അനുസരിച്ച് അതിന് മാറ്റം വരുത്തിക്കൊണ്ടാണ് സ്വീകരണം അവിടെ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ടോ സംസ്കാരം എന്ന് പറയുന്ന ആ പ്രവൃത്തി കൊണ്ടാണ് ഇതിനെ നമ്മൾ നന്മതിന്മകളായിട്ടൊക്കെ തിരിച്ച് അത് പുറത്തേക്ക് എന്തുമാത്രം കൊടുക്കണമെന്നും കൊടുക്കേണ്ടെന്നും ഒക്കെ തീരുമാനിച്ച് അത്രയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തു പറ്റും? നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വിടണമെന്നുണ്ടെങ്കിൽ എന്തു പറ്റും? റിസീവ് ചെയ്യുന്നതിന്റെ വളരെ ചെറിയ ഒരു അംശം മാത്രമേ പുറത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. വളരെ വ്യത്യസ്തമായിരിക്കും. കാണുന്നതിൽ തന്നെ വ്യത്യാസം വരും, കേൾക്കുന്നതിൽ വ്യത്യാസം വരും, സ്മെല്ല് ചെയ്യുന്നതിൽ വ്യത്യാസം വരും. അതിന് പല ഘടകങ്ങൾ ബാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ വ്യക്തി എന്ന് രൂപപ്പെട്ടിട്ടുള്ള അവസ്ഥയ്ക്ക് അതിന് സ്വീകൃതമായിട്ടുള്ള ആ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് അതിന്റെ ആ ഇന്റൻസിറ്റി, അല്ല അതിന്റെ പ്രാധാന്യം കൊടുത്ത് സ്വീകരിക്കുന്നത്. അപ്പോൾ വീണ്ടും സംസ്കാരത്തിന് മാറ്റം വരികയാണ്. ഓരോ സ്വീകരണത്തോടുകൂടിയും ഈ സംസ്കാരത്തിൽ മാറ്റം. ആ സംസ്കാരമാണ് പിന്നെ തീരുമാനിക്കുന്നത് ഏതിനൊക്കെ പ്രാധാന്യം കൊടുക്കണം, ഏതിനൊക്കെ പ്രാധാന്യം കൊടുക്കണ്ട എന്നൊക്കെ. അതിനനുസരിച്ച് ഇങ്ങനെയുള്ള പല 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 പ്രോസസ്സിങ്ങിലൂടെ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വിടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വസ്തുവിന് ആ വസ്തുവിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങള് അത് ഒരു വ്യക്തിയിലേക്ക് കയറിയിട്ട് അത് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒബ്ജക്റ്റീവായിട്ടുള്ള ഡേറ്റകൾക്ക് വളരെയധികം വ്യത്യാസം ആ വ്യക്തിഗതമായിട്ട് വരും. എന്നിട്ട് അതിന് ഒരു സബ്ജക്റ്റീവായിട്ടാണ് അതിന്റെ പ്രധാന അപ്രധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സോർട്ട് ചെയ്തിട്ട് അതിന്റെ രൂപഭാവാദികൾക്കൊക്കെ വ്യത്യാസം വന്നിട്ട് സബ്ജക്റ്റീവായിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. മനസ്സിലാണ്ടോ? അപ്പോൾ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ
വസ്തുനിഷ്ഠമായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പോലും അത് ഒരു പ്രകാശം കണ്ണാടിയിൽ തട്ടി പ്രതിഫലിച്ചു പോകുമ്പോൾ കണ്ണാടിയിലുള്ള എത്രയധികം അഴുക്കുകൾ ഇതുപോലെയൊക്കെ പറഞ്ഞ അതിന്റെ ആ അവസ്ഥയ്ക്കനുസരിച്ച് പ്രതിഫലിച്ചു പോകുന്ന ആ പ്രകാശങ്ങൾക്ക് എത്രമാത്രം വ്യത്യാസം വരുമോ അതുപോലെ തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്ത് ഈ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഈ വ്യക്തി സ്വീകരിച്ചിട്ട് ആ വ്യക്തിഗതമായിട്ടുള്ള ആന്തരിക പ്രവർത്തനങ്ങളുടെയൊക്കെ പരിണതഫലമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് പുറത്തേക്ക് വിടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംഭവിച്ചിരിക്കും. അപ്പോൾ അവിടെയും വ്യത്യാസം. അപ്പോൾ എത്ര രീതിയിലാണ് അതിന്റെ പരിണാമ പ്രക്രിയ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? ഈ പ്രകൃതിയെ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് പോലെ വേറൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഓരോരോ വ്യക്തിയും പറയുന്ന കാര്യങ്ങളെ മറ്റു വ്യക്തികൾക്ക് ഈ എത്ര എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും ആരാണോ പറയുന്നത് ആ പറയുന്ന ആളിന്റെ ഉള്ളിലുള്ളതിന്റെ ഒരംശം മാത്രമേ കേൾക്കുന്നയാളിന് അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ, അത് കേറുള്ളൂ. എന്താ വെച്ചാൽ ഈ പറയുന്ന വ്യക്തിക്ക് വളരെയധികം പരിമിതികളുണ്ട്. വാക്ക് എന്നുവെച്ചാൽ അത് തന്നെ എങ്ങനെയൊക്കെയാണോ അത് തന്നെ നമ്മൾ സാധാരണ പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് തിരിച്ചാണ് ഒരു ശബ്ദമുണ്ടാകുന്നത് തന്നെ. ഞാൻ പണ്ടൊരു ക്ലാസ്സിൽ അതിനെപ്പറ്റി വിവരിച്ചതാണ്. അതിന്റെ ഒരു കോണ്ടസ്റ്റ് വരുമ്പോൾ ഇനിയും ചെയ്യാം. ഒരു കാര്യം പല പ്രാവശ്യം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്കത് പലർക്കും അടുപ്പിച്ചടുപ്പിച്ച് കേൾക്കുമ്പോൾ ബോറടി ഉണ്ടാകും. എന്താണ് ഈ ബോറടിക്കുള്ള കാര്യം? പറയുന്നയാൾ ഉദ്ദേശിക്കുന്നതല്ല കേൾക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ചെവികളിൽ കൂടി കയറുന്നതല്ല മനസ്സിൽ സ്ഥാപിതമാകുന്നത്. മനസ്സിലേക്ക് ചെന്ന് സ്ഥാപിതമാകുന്നത് അല്ല, നമ്മൾ അനുഭവത്തിലേക്ക് വരുന്ന എന്താ കാര്യം? അതിന് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, ചിത്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു അറ്റ് എ ടൈം കയറുമ്പോൾ അതിനകത്ത് വ്യത്യാസം വന്നതായിട്ട് തോന്നുകയില്ല. അതുകൊണ്ട് നമുക്ക് കേട്ടത് തന്നെയാണ് പിന്നെയും കേൾക്കുന്നത് എന്ന് തോന്നും. അത് നമ്മൾക്ക് വളരെയധികം ഗഹന ചിന്തകൾ അതിനകത്ത് വരുമ്പോഴാണ് ഇതിനകത്ത് അനന്ത സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ആ അനന്ത സാധ്യതകളെ മനസ്സിലാക്കാനുള്ള ശ്രമം വരുമ്പോഴാണ് നമുക്ക് ബോറടി എന്ന് പറഞ്ഞൊരു സാധനം വരുന്നില്ല. എന്താ വെച്ചാൽ ആ ബോറടി വരാത്തതിന്റെ കാരണം ഇന്ദ്രിയ ഗോചര ആയിട്ടുള്ള അവസ്ഥകളിലും മാത്രം ഒതുങ്ങുന്നില്ല. നമ്മൾ സാധ്യതകളെ തെരഞ്ഞെടുക്കാനുള്ള ഇൻട്രസ്റ്റ്, അതിന്റെ ആ ട്രെൻഡിലേക്ക് നമ്മൾ എത്തിക്കഴിയും. റിസർച്ച് മെന്റാലിറ്റി ഉണ്ടായിക്കഴിയുമ്പോൾ അവിടെ ബോറടി ഉണ്ടാകില്ല. ഒരു റിസർച്ച് നടത്തുന്നയാള് വളരെയധികം തൽപരമായിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരാൾക്ക് ഇയാൾ എന്തെന്നാണ് ഈ തന്നെയും പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നി ബോറടി ഉണ്ടാകും. ഇതുപോലെയാണ് അപ്പോൾ നമ്മളുടെ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഇൻട്രസ്റ്റ്, ഇതൊക്കെ വളരെയധികം കണക്റ്റഡ് ആണ് നമ്മളുടെ ഓരോ ഈ അറിവിന്റെ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും. അപ്പോൾ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ വ്യാവഹാരികമായിട്ടുള്ള അറിവുകൾ നേടുന്നതിന്റെ വളരെയധികം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആത്മീയമായിട്ടുള്ള അറിവ് നേടുന്നതിന്. അപ്പോൾ എത്രമാത്രം ഇൻട്രസ്റ്റും എത്രമാത്രം അതിനകത്ത് ഇൻവോൾവ്മെന്റും ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ
ആ പ്രഭാഷണം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.